നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക. നിങ്ങൾ ഒരുപാട് അതിജീവിച്ചു. വരാനിരിക്കുന്ന എന്തും നിങ്ങൾ അതിജീവിക്കും. നിങ്ങൾക്ക് സ്വയം വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ടാകൂ. സന്തോഷമെന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നേടുന്നതിലല്ല, നിങ്ങൾക്കുള്ളതെല്ലാം ആസ്വദിക്കുന്നതിലാണ്. ജീവിതത്തിൽ ആരെയും വിലകുറച്ച് കാണരുത്. ഓർക്കുക, നിലച്ചുപോയ ഘടികാരവും ദിവസത്തിൽ 2 പ്രാവശ്യം നമുക്ക് യഥാർത്ഥ സമയം കാണിച്ചു തരുന്നു. നിങ്ങൾ സന്തോഷവാനായിരിക്കുമ്പോൾ വാഗ്ദാനങ്ങൾ നൽകരുത്. നിങ്ങൾ ദേഷ്യപ്പെട്ടിരിക്കുമ്പോൾ മറുപടി പറയരുത്. നിങ്ങൾ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ തീരുമാനങ്ങൾ എടുക്കരുത്. നിങ്ങൾ ശക്തനായിരിക്കുമ്പോൾ ദുർബലനും ദുർബലനായിരിക്കുമ്പോൾ ശക്തനുമായി മറ്റുള്ളവർക്ക് തോന്നാൻ ശ്രമിക്കുക. കൂടുതൽ കേൾക്കുക, കുറച്ചു പറയുക. കാരണം പല പ്രശ്നങ്ങളുടെയും ഉറവിടം അനാവശ്യ സംസാരമാണ്. ക്ഷമിക്കാൻ പഠിച്ചാൽ എല്ലാമായി. എന്നാൽ ക്ഷമിക്കേണ്ടിടത്ത് ക്ഷമിക്കണം, പ്രതികരിക്കേണ്ടിടത്ത് പ്രതികരിക്കണം. എന്നാലേ മനുഷ്യനാവുകയുള്ളൂ. ദേഷ്യത്തിന് 3-4 മിനിറ്റ് ആയുസേ ഉള്ളൂ. പക്ഷേ ആ കുറഞ്ഞ സമയം കൊണ്ട് പറഞ്ഞു പോകുന്ന ചില വാക്കുകൾക്ക് ഒരായുസിൻ്റെ വലിപ്പമുണ്ടായി എന്നു വരാം. നിങ്ങളിൽ എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടാൻ വഴിയൊരുക്കരുത്. നല്ലതിനെ പരിപോഷിപ്പിക്കുക, അതിനെ ആസ്വദിക്കുക. അത് നിങ്ങളെ സംരക്ഷിക്കും. ഒരാളുടെ വികാരങ്ങൾ തമാശയായി കാണരുത്. അതവരെ എത്രമാത്രം വേദനിപ്പിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയില്ല. നാവിൻ്റെ വകതിരിവാണ് കാതിൻ്റെ പ്രമാണം. എല്ലാം എല്ലാവരോടും വിളിച്ചു പറയുന്നവരല്ല, അത് അറിയേണ്ടവരിൽ മാത്രം നിലനിർത്താൻ കഴിവുള്ളവരാണ് വിവേകമുള്ളവർ. നുണ പറഞ്ഞ് എന്തെങ്കിലും നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്നുള്ള ആനന്ദം അധികകാലം നിലനിൽക്കില്ല. വിജയത്തിലൂടെയല്ല ശക്തി കൈവരുന്നത്. നമ്മുടെ പ്രശ്നങ്ങളാണ് നമ്മളെ ശക്തമാക്കുന്നത്. ഏതു വിഷമഘട്ടത്തിലും നമ്മൾ തളരില്ല എന്ന് തീരുമാനിച്ചാൽ അതാണ് നമ്മുടെ ശക്തി. നമ്മുടെ ഭാവി തീരുമാനം എല്ലാവരോടും വെളിപ്പെടുത്താതിരിക്കുക. തീരുമാനം ലക്ഷ്യത്തിലെത്തിയതിനു ശേഷം മാത്രം മറ്റുള്ളവരോട് പറയുക. ആത്മവിശ്വാസത്തേക്കാൾ വലിയ ആയുധമില്ല. ഓരോ ദിവസവും ആത്മവിശ്വാസത്തോടെ തുടങ്ങുക. ഒരു പക്ഷേ വിജയം നൽകില്ലായിരിക്കാം, പക്ഷേ ഏതു വെല്ലുവിളികളെയും നേരിടാനുള്ള ധൈര്യം നൽകും. മരണം കൊണ്ടുപോകാത്തതായി ഒന്നേയുള്ളൂ ഈ ഭൂമിയിൽ. അത് നാം മറ്റുള്ളവർക്ക് നൽകിയ സ്നേഹവും ഒരു പിടി നല്ല ഓർമ്മകളുമാണ്. ഏതൊരു ബന്ധത്തിൻ്റെയും ആഴം കൂട്ടുന്നത് സംസാരത്തിലൂടെയാണ്. സംസാരം കുറയുമ്പോൾ ബന്ധങ്ങളും അകന്നു പോകുന്നു. വാക്കുകൾ നുണയായിരിക്കാം, പക്ഷേ പ്രവൃത്തികൾ സത്യം വിളിച്ചു പറയും. മനുഷ്യൻ അവരവർക്ക് ഇഷ്ടമുള്ളത് മാത്രമേ വിശ്വസിക്കുകയുള്ളൂ. അവരവർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നത് മാത്രമേ ഇഷ്ടപ്പെടുകയുമുള്ളൂ. എല്ലാം ശരിയാവുമെന്നൊന്നില്ല, എല്ലാം ശീലമാകുമെന്നേ ഉള്ളൂ. നമ്മുടെ ജീവിതം മറ്റാരുടേതോ പോലെ ആയിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കാറുണ്ട് പലരും. അതിൽ യാതൊരു അർത്ഥവുമില്ല. പുഴയിലൂടെ താറാവ് നീങ്ങുന്നത് കണ്ടിട്ടില്ലേ? പുറമേ നിന്ന് നോക്കുന്നവർക്ക് തോന്നും, ആഹാ എന്തൊരു ഭംഗിയാണ് അവയുടെ വരവ് കാണാനെന്ന്. എന്നാൽ വെള്ളത്തിനടിയിലൂടെ നോക്കിയാൽ കാണാം അവ കിടന്ന് കാലിട്ടടിക്കുന്നത്. നമ്മൾ അതിൻ്റെ വെപ്രാളം കാണുന്നില്ല. നമുക്ക് ചുറ്റുമുള്ള 90% പേരുടെയും ജീവിതം ഏതാണ്ട് ഈ അവസ്ഥയിലാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ എല്ലാവരും ഹാപ്പിയാണ്, പക്ഷെ എല്ലാവർക്കുമുണ്ട് അവരുടേതായ പ്രശ്നങ്ങൾ. ആരെയും പെട്ടെന്ന് സ്നേഹിക്കരുത്, ആരെയും പെട്ടെന്ന് വിശ്വസിക്കരുത്, ആരെയും പെട്ടെന്ന് വിലയിരുത്തരുത്. ഒന്നിൽ നിന്നും പെട്ടെന്ന് പിന്തിരിയരുത്. ഒരുപാട് പ്രതീക്ഷിക്കരുത്, ഒരുപാട് സംസാരിക്കരുത്. ഒരു പ്രാവശ്യം ജയിക്കാനായി നിങ്ങൾ പലതവണ തോൽക്കേണ്ടി വരും.